വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളൊരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങി എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണിത്. കാരണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ 3 സൈക്കിൾ സ്റ്റേജസിനെ കുറിച്ചാണ്. ബിസിനസ്സിനെ നമ്മൾ പല സ്റ്റേജസുകളിലായിട്ട് പറയാറുണ്ട്. ഇപ്പോൾ 5 സ്റ്റേജസ് പറയാറുണ്ട്, 10 സ്റ്റേജസ് പറയാറുണ്ട്, അല്ലെങ്കിൽ 8 സ്റ്റേജസ് പറയാറുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഒരു കോർ ആയിട്ടുള്ള 3 സ്റ്റേജസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ 3 സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതും ആ സമയത്തൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഇതിൽ ഏത് സ്റ്റേജിലാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങളോട് കാണാൻ വേണ്ടി പറയുന്നത്. ഇതിൽ ആദ്യത്തെ സ്റ്റേജിനെ നമ്മൾ പറയാം വാലിഡേഷൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ ഒരു ഓൺടർപ്രണർ അല്ല ശരിക്കും ആദ്യം ആകുന്നത് എന്നുള്ളതാണ്. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശരിക്കും ഒരു ഇന്നോവേറ്ററാണ് ആവുന്നത്. അതായത് ഒരു പ്രോബ്ലം നിങ്ങൾ ഫൈൻഡ് ചെയ്തു, അതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം, അല്ലേ? ഇന്നോവേഷൻ കൊണ്ടുവരണം. ആ ഇന്നോവേഷൻ കൊണ്ടുവരുന്ന ഒരു ഇന്നോവേറ്ററാണ് നിങ്ങൾ. എന്നിട്ട് അതിനെ വാലിഡേറ്റ് ചെയ്യണം. അതിന് വാലിഡേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു പ്രോബ്ലം ഇത്രയും ആളുകൾക്ക് ഉണ്ട്, ഇവരിലോട്ട് നിങ്ങൾ സൊല്യൂഷൻ കൊടുക്കുന്നു, അത് റിയലി സോൾവ് ചെയ്യപ്പെടുന്നുണ്ടോ, ആളുകൾക്ക് ഇത് ആവശ്യമുണ്ടോ, ആളുകൾ ഇതിന് പേ ചെയ്യാൻ റെഡിയാണോ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടതുണ്ട്, അല്ലേ? ഇതൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം, ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഇതിൻ്റെ വാലിഡേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ വാലിഡേറ്റഡ് ആയിക്കഴിഞ്ഞ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആകുന്നത് വരെ, നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആകുന്നത് വരെ നിങ്ങൾ ഒരു രൂപ പോലും എന്ത് ചെയ്യരുത്, സ്പെൻഡ് ചെയ്യരുത് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഹൈ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായ കാര്യങ്ങളല്ലാത്ത ഒരു തരത്തിലുള്ള മാർക്കറ്റിങ്ങിനോ ബ്രാൻഡിങ്ങിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു രൂപ പോലും സ്പെൻഡ് ചെയ്യരുത്. ഈ സ്റ്റേജ് നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ നോക്കേണ്ട സംഗതി എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഇന്നോവേറ്ററാണ്, നിങ്ങൾ ഈ ഒരു വാലിഡേറ്ററാണ്. സോ വാലിഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഏറ്റവും ലീനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഈ സ്റ്റേജ് വളരെ കെയർഫുൾ ആയിട്ട് ഒരുപാട് പിവോട്ടൊക്കെ ചെയ്യേണ്ട ഒരു ഏരിയയും കൂടിയാണ്. സോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഐഡിയ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര സൂപ്പറായിരിക്കും. അപ്പോൾ അതിൽ പല അഭിപ്രായങ്ങളും പല കാര്യങ്ങളും പല സജഷൻസും ഇൻസൈറ്റ്സും എടുത്ത് ഇതിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സ്റ്റേജും കൂടിയാണിത്. അതിനുള്ള ഒരു അക്സെപ്റ്റൻസും നമ്മളുടെ ഉള്ളിൽ ആ സ്റ്റേജിൽ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് കൂടി നിങ്ങളുടെ മൈൻഡിൽ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം മനസ്സിലാകാതെ പലരും പോകുന്നതുകൊണ്ട് വളരെ വലിയ മിസ്റ്റേക്കുകളാണ് ഉണ്ടാക്കുന്നത്. കാരണം പല ഫൗണ്ടേഴ്സും ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റും ഈ ഒരു പ്രോബ്ലം സൊല്യൂഷനും വാലിഡേഷനും ഒന്നും ചെയ്യാതെ വലിയ ലക്ഷങ്ങൾ മുടക്കി ഓഫീസ് തുടങ്ങുകയും അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യുന്നതിലൂടെ ഇവർക്ക് വലിയ ഹ്യൂജ് ആയിട്ടുള്ള ലോസുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇതൊരിക്കലും നമ്മളുടെ ബിസിനസ്സുകാർക്ക് ഉണ്ടാവാൻ പാടില്ല. ദി സെക്കൻഡ് സ്റ്റേജ് ഇസ് എ സിസ്റ്റം. നിങ്ങൾക്കിപ്പോൾ കസ്റ്റമർ ഉണ്ട്, റവന്യൂ ഉണ്ട്, സെയിൽ നടക്കുന്നുണ്ട്, പൈസ വരുന്നുണ്ട്, വരുമാനമൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നടക്കുന്ന ഓരോ വർക്ക് ഫ്ലോനെയും സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളതാണ്, ഓട്ടോമാറ്റിക് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ പ്രോസസ്സുകളിൽ ഓരോന്നിനും, ഇപ്പോൾ പർച്ചേസിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്താണ് അതിൻ്റെ സിസ്റ്റം, അക്കൗണ്ട്സ് ആണെങ്കിൽ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, നമ്മൾ ടീമിനെ മാനേജ് ചെയ്യാൻ നമ്മൾ അതിന് വേണ്ട HR സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ CRM സോഫ്റ്റ്വെയർസ് എന്താണ് നമ്മൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ടൂൾസുകളും കാര്യങ്ങളൊക്കെ, അവരുടെ റൂൾസും റെസ്പോൺസിബിലിറ്റീസും ഇവരുടെ ക്ലിയർ ആയിട്ടുള്ള SOPസും KPIസും KRSും ഇതെല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ഒരു സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് നമുക്കൊരു ഡാറ്റ ഷീറ്റ്സ് വെച്ച് വരെ ഇതിനെ അസസ് ചെയ്യാനും ഓഡിറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഇതിനാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസസിൽ എവിടെയൊക്കെയാണ് നമുക്ക് പ്രോബ്ലംസ് ഉള്ളത്, എന്തൊക്കെ ഏരിയാസിലാണ് നമുക്ക് ത്രെറ്റ് ഉള്ളത്, ഇതൊക്കെ നേരത്തെ നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് പോകാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ നമുക്ക് പറ്റും. അത് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ തന്നെ എല്ലായിടത്തും ഓടിയെത്തുന്ന ഒരു സാഹചര്യമല്ല. നിങ്ങളില്ലാതെയും നിങ്ങളുടെ ബിസിനസ് റൺ ആവുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇതിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അവിടെ ഓർഗനൈസേഷൻ റൺ ആവുന്നില്ല, അവിടുത്തെ വർക്ക് ഫ്ലോയിലേക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബിസിനസ്സിൻ്റെ വെറും ഒരു എംപ്ലോയി മാത്രമാണ്. ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതല്ല, നിങ്ങളൊരു ട്രൂ ഫൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അടിപൊളിയായിട്ട് തന്നെ റൺ ആവണം. ഈ ഒരു രീതിയിലോട്ട് നമുക്ക് നമ്മുടെ ബിസിനസ് എത്തിക്കുന്ന സ്റ്റേജാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റേജ്. നമ്മൾ ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് സിസ്റ്റത്തെ പ്രോപ്പർ ആക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നിങ്ങൾക്ക് ഗ്രോത്തിലോട്ട് ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ. സോ നമ്മൾ ഗ്രോത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്കെയിലിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ട്, ഒരു എഞ്ചിൻ ഉണ്ട്, ഒരു വെഹിക്കിൾ ഉണ്ട്, ഇതിൽ പെട്രോൾ ഒഴിച്ച് ഓടിക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മാർക്കറ്റിങ്ങിലും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പാൻഷൻസിനൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങേണ്ടത്. ഇതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനൊന്നും കാര്യമായ സ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾ 1 രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് 3 രൂപ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള ന്യൂമറിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസ് വർക്ക് ആവുന്ന സാഹചര്യം ഈ സിസ്റ്റം ആയതിനു ശേഷമാണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ എക്സ്പെൻഡിച്ചേഴ്സിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും വരുത്തി മാർക്കറ്റിങ്ങിൽ സ്പെൻഡ് കൂട്ടിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെയാണ് നമ്മളുടെ ഈ ഒരു പ്രോസസ്സുകളൊക്കെ വർക്ക് ആവുന്നതും ഗ്രോത്ത് ഉണ്ടാവുന്നതും. ഇങ്ങനെ പ്ലാൻഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ല നിങ്ങൾ ഗ്രോത്ത് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ സ്റ്റേജസ് മനസ്സിലാക്കിയിട്ട് പോകുന്ന ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളുടെ നാട്ടിൽ നിന്ന് ബിൽഡ് ചെയ്ത് നമുക്ക് ആ ഒരു കോൺഫിഡൻസോട് കൂടി സ്കെയിൽ ചെയ്ത് ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി നമ്മളുടെ ബിസിനസ്സിനെ, നമ്മളെ സ്റ്റാർട്ടപ്പിനെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഇന്ന് നമ്മൾ സംസാരിച്ച ഈ 3 കാര്യങ്ങൾ, വാലിഡേറ്റ്, ഓട്ടോമേറ്റ്, ദെൻ സ്കെയിൽ,
ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ് ജേർണിയിൽ നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് പോവുകയും ചെയ്യണം. അതല്ല നിങ്ങൾ സ്റ്റേജ് 1 ഇരുന്നുകൊണ്ട് സ്റ്റേജ് 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാവും. നിങ്ങളുടെ ബിസിനസ് എന്ത് ചെയ്യില്ല, ഗ്രോ ചെയ്യുകയും ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു നല്ല ബിസിനസ് ഓണർ, നല്ല ഓൺടർപ്രണർ ആയിട്ട് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ പറയുന്ന പോലെ വാലിഡേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് നെക്സ്റ്റ് സ്കെയിൽ ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു പവർഫുൾ ബ്രാൻഡായിട്ട്, പവർഫുൾ ബിസിനസ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് മാറാൻ വേണ്ടി പറ്റട്ടെ. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.